Urcreation's Rekhaskitchൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്നൊരു മഷ്റൂം ബിരിയാണി ആയിട്ടാണ് വന്നിരിക്കുന്നത്. വളരെ ടേസ്റ്റിയാണ് ഈ ബിരിയാണി. നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ബിരിയാണി ഇഷ്ടമാവുമെന്ന് എനിക്ക് തീർച്ചയാണ്. കൂൺ ബിരിയാണി തയ്യാറാക്കാനായിട്ട് ഞാനിവിടെ ഇതുപോലുള്ള കൂണാണ് എടുത്തേക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഏത് തരത്തിലുള്ള കൂണ് വേണമെങ്കിൽ എടുക്കാം. ഞാനിത് കടയിൽ നിന്ന് വാങ്ങിയിട്ടുള്ള കൂണാണ്. 250 ഗ്രാം കൂണാണ് ഇട്ടൊന്ന് എടുത്തേക്കുന്നത്. ഇത് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി ചെറുതായിട്ട് നമുക്കൊന്ന് നുറുക്കിയെടുക്കണം. അപ്പോൾ കഴുകുമ്പോൾ ഒരുപാട് നേരം വെള്ളത്തിൽ ഇട്ട് വെക്കാതിരിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. കാരണം ഒരുപാട് നേരം വെള്ളത്തിലിട്ട് വെച്ചാൽ ഈ കൂണിൻ്റെ അകത്തേക്കൊക്കെ വെള്ളം നന്നായിട്ട് ഇറങ്ങും. ഈ മഷ്റൂമിനെ ഞാൻ ചെറിയ കഷ്ണങ്ങളാക്കി നുറുക്കിയെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ നിങ്ങൾ കഷ്ണങ്ങളാക്കി നുറുക്കിയെടുക്കണം. ഒരുപാട് നേരം വെള്ളത്തിലിട്ട് വെക്കാനും പാടില്ല. ഇനി നമുക്ക് കുക്കിങ്ങിലേക്ക് കിടക്കാം. ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. സൺഫ്ലവർ ഓയിലിന് പകരമായിട്ട് നെയ്യ് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം. പക്ഷെ ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് ഉപയോഗിക്കുന്നത്. അടുത്തതായിട്ട് ഒരു വലിയ 2 സവാള ചെറുതായിട്ട് നുറുക്കിയത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ചതച്ചത് ചേർത്ത് കൊടുക്കാം. ഒപ്പം തന്നെ 1 ടേബിൾ സ്പൂൺ ഇഞ്ചി ചതച്ചതും കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ ഏറ്റവും മുമ്പ് സവാളയാണ് ചേർത്ത് കൊടുത്തത്. സവാള കഴിഞ്ഞിട്ട് 1 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ചതച്ചതും 1 ടേബിൾ സ്പൂൺ ഇഞ്ചി ചതച്ചതുമാണ് ഇതുവരെ ചേർത്ത് കൊടുത്തത്. സവാള ചെറുതായിട്ടൊന്ന് വഴന്ന് കിട്ടിയാൽ മാത്രം മതി. ഒരുപാട് ബ്രൗൺ കളർ ആവണ്ട. ഇനി ഇതിലേക്ക് പൊടികൾ ഓരോന്ന് ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തു. 1 ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുത്തു. 1 ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുത്തു. ഇനി ടേസ്റ്റ് ഒന്ന് കൂടി കിട്ടാൻ വേണ്ടിയിട്ട് 1 ടേബിൾ സ്പൂൺ ബിരിയാണി മസാലയാണ് ചേർത്ത് കൊടുക്കുന്നത്. ബിരിയാണി മസാല നിങ്ങളുടെ കയ്യിലില്ലെങ്കിൽ ചിക്കൻ മസാല പൊടിച്ചതാണെങ്കിലും മതി കേട്ടോ. ഇനി നമുക്കിതിലേക്ക് 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ ഗരം മസാലപ്പൊടി ചേർത്ത് കൊടുക്കണം. ഒരു ടീസ്പൂൺ ഗരം മസാലപ്പൊടി ചേർത്ത് കൊടുക്കുകയാണ്. ഞാനിവിടെ വീട്ടിൽ പൊടിച്ചുണ്ടാക്കിയിട്ടുള്ള ഗരം മസാലപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഈ പൊടികളുടെയൊക്കെ പച്ചമണം മാറുന്നത് വരെ നമുക്കൊന്ന് മൂപ്പിച്ചെടുക്കാം. അപ്പോൾ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം മൂപ്പിച്ചെടുക്കാൻ. അതല്ലെങ്കിൽ പൊടികളൊക്കെ കരിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട്. 3 പച്ചമുളക് നടുകീറിയത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ ഒരു 2 തക്കാളി പൊടിയായിട്ട് അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് അരച്ച് ചേർക്കണമെങ്കിൽ അതുപോലെ അരച്ചിട്ട് ചേർക്കാം. ഞാനിവിടെ ചെറുതായിട്ട് അരിഞ്ഞിട്ടാണ് ഇതിലേക്ക് ചേർത്ത് കൊടുത്തേക്കണത്. ഇതുവരെ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ടേസ്റ്റിന് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. തക്കാളി ഒന്ന് കുക്കായി കഴിഞ്ഞാൽ നെക്സ്റ്റ് ചേർത്ത് കൊടുക്കേണ്ടത് കൂണാണ്. നമ്മൾ കഴുകി വൃത്തിയാക്കിയിട്ട് നുറുക്കി വെച്ചിട്ടുള്ള കൂൺ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. കൂണും മസാലയും കൂടിയിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. കൂണിൻ്റെ എല്ലാ ഭാഗത്തും മസാല നന്നായിട്ട് പറ്റി പിടിച്ചിരിക്കണം. നമ്മളിതിൽ വെള്ളമൊന്നും ചേർക്കണില്ല. ഈ കൂണിൻ്റെ അകത്തുനിന്ന് ചെറുതായിട്ട് വെള്ളം ഇറങ്ങി വന്നോളും. അതുകൊണ്ട് പ്രത്യേകിച്ച് വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല. കൂണൊന്ന് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ട് ലോ ഫ്ലെയിമിൽ മൂടി വെച്ചിട്ട് 5 മിനിറ്റ് നേരം കുക്ക് ചെയ്തെടുക്കാം. ഈ സമയത്ത് നമുക്ക് റൈസ് തയ്യാറാക്കിയെടുക്കാം. അതിനായിട്ട് ഒരു വലിയ പാത്രത്തിൽ വെള്ളം തിളപ്പിക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. അതിലേക്ക് പെരിഞ്ജീരകം, സാജീരകം, ഏലക്കായ, കരയാമ്പൂവ്, ഗ്രാമ്പൂ, തക്കോലം എന്നിവ ഇട്ട് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ നെയ്യ് ഇതിലേക്ക് ചേർത്ത് കൊടുത്തു. നെയ്യ് ചേർത്താൽ ഈ റൈസിന് നല്ലൊരു സ്മെല്ലാണ് ഉണ്ടാവുക. നമ്മൾ നേരത്തെ നെയ്യ് ചേർത്തില്ല, സൺഫ്ലവർ ഓയിലാണ് ഉണ്ടാക്കിയത്. അപ്പോൾ ഈ സമയത്ത് നമ്മൾ നെയ്യ് ചേർത്ത് കൊടുക്കുകയാണ്. കൂടെ തന്നെ കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുകയാണ്. ഈ വെള്ളത്തിൽ ഉപ്പ് ചേർക്കുമ്പോൾ കുറച്ച് ഉപ്പ് കൂടുതലായിട്ട് ചേർക്കണം. അപ്പോഴാണ് റൈസ് വെന്ത് വരുമ്പോൾ കറക്റ്റായിട്ട് കിട്ടുള്ളൂ. വെള്ളം നന്നായിട്ട് തിളയ്ക്കാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് അരി ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള ബസ്മതി അരി ആണ് ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങൾക്ക് 7 തരം ബിരിയാണി അരി വേണമെങ്കിൽ ഉപയോഗിക്കാം. ഇതിലേക്ക് ഒരു വലിയ ചെറുനാരങ്ങ പിഴിഞ്ഞെടുത്ത നീര് ചേർത്ത് കൊടുക്കുകയാണ്. അരി തീരെ ഒട്ടിപ്പിടിക്കാതെ കിട്ടാൻ വേണ്ടിയിട്ടാണ് ചെറുനാരങ്ങ നീര് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. അതിനുശേഷം നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം. അരിയുടെ വേവ് ഒരു 85% ആയിക്കഴിഞ്ഞു. ഇനി ഇതൊരു സ്ട്രെയിനർ വെച്ചിട്ട് കോരിയെടുത്ത് ഒരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാം. സ്പൂൺ മൂടി വെച്ചത് എന്തായി നോക്കി നോക്കാം. ഇപ്പോൾ വെള്ളമൊക്കെ ഇറങ്ങി വന്നിട്ടുണ്ട്. ഏകദേശം കുക്കായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് മല്ലിയിലയും പുതിനയിലയും ചേർത്ത് കൊടുക്കാം. ചെറുതാക്കി നുറുക്കിയിട്ടുള്ള മല്ലിയില ആദ്യം ചേർക്കാം. അതിനുശേഷം കുറച്ച് പുതിനയിലയും കൂടിയും ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം. ലാസ്റ്റായിട്ട് ചേർത്ത് കൊടുക്കേണ്ടത് കട്ടത്തൈരാണ്.
ഞാനിവിടെ 2 ടേബിൾ സ്പൂൺ കട്ടത്തൈരാണ് ചേർത്ത് കൊടുക്കുന്നത്. ഈ കട്ടത്തൈരിന് അധികം പുളിയൊന്നുമില്ല. ഇത് ഈ മസാലയിലേക്ക് ചേർക്കുമ്പോൾ ഈ മസാലയ്ക്കും അതുപോലെ തന്നെ ബിരിയാണിക്കും പ്രത്യേകമായിട്ടൊരു ടേസ്റ്റാണ് ഉണ്ടാവുക. കട്ടത്തൈര് നിങ്ങളുടെ കയ്യിലില്ലെങ്കിൽ ഈ സമയത്ത് കുറച്ച് അണ്ടിപ്പരിപ്പ് അരച്ചത് ചേർത്താൽ മതി. ഈ കട്ടത്തൈരാകുമ്പോൾ ചെറിയൊരു പുളിയും കൂടി ഉള്ള കാരണം നമ്മുടെ ബിരിയാണിക്ക് ചെറിയൊരു പുളിരസം കൂടി കിട്ടും. അതുകൊണ്ടാണ് ഞാനിവിടെ കട്ടത്തൈര് ചേർത്ത് കൊടുത്തത്. ഇത് നന്നായിട്ടൊന്ന് മെൽട്ടായിട്ട് അതുപോലെ തന്നെ എല്ലാം കൂടി നന്നായിട്ടൊന്ന് യോജിച്ച് തിളച്ച് വറ്റി കിട്ടണം. മസാല റെഡി ആയി കഴിഞ്ഞു. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി റൈസും മസാലയും ലെയറായിട്ട് നമുക്ക് സെറ്റ് ചെയ്യാം. അതിനായിട്ട് ഞാനിവിടെ ഒരു പാത്രം എടുത്ത് സ്റ്റവിൽ ചൂടാവാനായിട്ട് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ആദ്യം തന്നെ റൈസ് ചേർത്ത് കൊടുക്കുകയാണ്. റൈസ് ഒരു തിക്ക് ലെയറായിട്ട് എടുത്തിട്ട് അതിൻ്റെ മുകളിൽ നമ്മൾ മസാല ഇട്ട് കൊടുക്കും. ഞാനിവിടെ അണ്ടിപ്പരിപ്പും മുന്തിരിയും അതുപോലെ തന്നെ നീളത്തിലരിഞ്ഞ സവാളയും സൺഫ്ലവർ ഓയിലിൽ വറുത്തെടുത്തിട്ടുണ്ടായിരുന്നു. അതും കൂടി ഇതിൻ്റെ മുകളിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഓരോ ലെയറും മസാല ചേർത്താലും അണ്ടിപ്പരിപ്പും മുന്തിരിയും സവാളയും ചേർത്ത് കൊടുക്കണം. അതിനുശേഷം കുറച്ച് നെയ്യ് ഒഴിച്ച് കൊടുക്കുക. അത് കഴിഞ്ഞാൽ നെക്സ്റ്റ് ലെയർ ചോറിടുക. വീണ്ടും കുറച്ച് കൂടുതൽ ചോറിട്ട ശേഷം വീണ്ടും മസാല ഇട്ട് കൊടുക്കുക. മസാല ഇട്ട് കഴിഞ്ഞാൽ അണ്ടിപ്പരിപ്പ്, മുന്തിരി, സവാള എന്നിവ ചേർത്ത് കുറച്ചും കൂടി നെയ്യ് ഒഴിച്ച് കൊടുക്കുക. ബിരിയാണി മുഴുവനായിട്ടും ലെയറായിട്ട് നമ്മൾ സെറ്റാക്കി കഴിഞ്ഞു. ലാസ്റ്റ് ലെയറിൽ അണ്ടിപ്പരിപ്പും മുന്തിരിയും സവാളയും ഒക്കെ ചേർത്ത് കൊടുത്തു. ലാസ്റ്റായിട്ട് ഇനി കുറച്ച് നെയ്യും കൂടി ഇതിൻ്റെ മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ലോ ഫ്ലെയിമിൽ ഒരു 5 മിനിറ്റ് നേരം ഒന്ന് ചൂടാക്കിയെടുക്കാം. ഹൈ ഫ്ലെയിമിലാക്കി വെക്കരുത്, അപ്പോൾ അടിഭാഗമൊക്കെ കരിഞ്ഞു പോവും. പിന്നെ നന്നായിട്ടൊരു മൂടി വെച്ചിട്ട് വേണം ചൂടാക്കിയെടുക്കാൻ. മഷ്റൂം ബിരിയാണി ഇവിടെ ഇതാ തയ്യാറായി കഴിഞ്ഞു. ഇനി നമുക്കിത് സെർവ് ചെയ്യാം. ലെയറായിട്ട് മസാലയും റൈസും കൂടിയിട്ട് കറക്റ്റായിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ കറക്റ്റായിട്ട് ആ ലെയർ കട്ട് ചെയ്തിട്ട് വേണം എടുക്കാൻ. അപ്പോഴാണ് നമുക്ക് മസാലയൊക്കെ കിട്ടുള്ളൂ. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു മഷ്റൂം ബിരിയാണിയാണ്. നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. കൂടാതെ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കും കൂടി വേണം. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കാനായിട്ട് മറക്കരുത്. വീണ്ടും ഒരു അടിപൊളി വിഭവവുമായിട്ട് വരാം. അതുവരേക്കും നന്ദി, നമസ്കാരം. താങ്ക് യു ഫോർ വാച്ചിങ്.